ബാങ്ക് നിക്ഷേപങ്ങൾ, ലോക്കറുകൾ എന്നിവയുടെ നോമിനേഷൻ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന സുപ്രധാന ബാങ്കിംഗ് നിയമ ഭേദഗതികൾ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ബാങ്കിംഗ് നിയമ ഭേദഗതി ആക്ട് 2025 ഭാഗമായുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ബാങ്കിംഗ് മേഖലയിലെ ഭരണപരമായ നിലവാരം ശക്തിപ്പെടുത്തുന്നതിനും റിസർവ് ബാങ്കിലേക്കുള്ള റിപ്പോർട്ടിംഗിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനും നിക്ഷേപകരുടെയും ഓഹരി ഉടമകളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നവംബർ 1 മുതൽ ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും നാമനിർദ്ദേശ ചട്ടങ്ങളിൽ വലിയ മാറ്റമാണ് വരുന്നത്. ഉപഭോക്തർക്ക് കൂടുതൽ വ്യക്തതയും സുരക്ഷയും നൽകുന്നതാണ് പുതിയ നിയമം. അക്കൗണ്ടുകൾക്ക് ഇനി മുതൽ കൂടുതൽ നോമിനികളെ ഒരേ സമയം നിയോഗിക്കാനാകും. ഒരു നോമിനി ജീവിച്ചിരിപ്പില്ലെങ്കിൽ മറ്റൊരു നോമിനി തുടരുന്ന രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായി 4 പേരെ നിയോഗിക്കാനാകും. ലോക്കർ സൗകര്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നിക്ഷേപകരെ നിയോഗിക്കാനാകും. എന്നാൽ ലോക്കറുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം ഒന്നിനു പിറകെ ഒന്നായുള്ള നോമിനിക്ക് മാത്രമേ അനുവദിക്കൂ. ഒരേ സമയം 4 പേരെ വരെ നോമിനിയായി ഉൾപ്പെടുത്താനാകും. മൊത്തം നിക്ഷേപത്തിന്റെ പല ഭാഗങ്ങളായി ഓരോ നോമിനിക്കും ലഭിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയും നോമിനേഷനിൽ സാധ്യമാകും. മരണാനന്തരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ നിർണായകമാണ് ഈ നടപടി. ബാങ്കിംഗ് മേഖലയിലെ ഭരണ നിലവാരം ശക്തിപ്പെടുത്തുക, RBI റിപ്പോർട്ടിംഗിൽ ഏകീകരണം കൊണ്ടുവരികയും പദ്ധതിയിലൂടെ ലക്ഷ്യമാണ്. മാത്രമല്ല, നിക്ഷേപകരുടെയും ഓഹരി ഉടമകളുടെയും താൽപര്യം സംരക്ഷിക്കാനുമാകും. സഹകരണ ബാങ്കുകളിലെ ഡയറക്ടർമാരുടെ കാലാവധി യുക്തിസഹമാക്കുന്നതിനും ഉപഭോക്തൃ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഭേദഗതി പ്രയോജനം ചെയ്യും. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം ഉൾപ്പെടെ 5 ഭേദഗതികളാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.